ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോമീസ് വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കടലപ്രഥമനാണ് കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പായസം കൂടിയാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് കടല പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കുന്ന കടലപ്പരിപ്പാണ്. ഇനി ഞാൻ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് ഞാൻ കഴുകി വാർത്തെടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കഴുകി വറുത്തെടുക്കണം, കുതിർന്നു പോവരുത്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ ഇത് വറുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പച്ചമണം ഉണ്ട്, ആ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഇത് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിന്റെ കളർ ചെറുതായി ഒന്ന് മാറും. ആ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് 2.5 കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഞാനിവിടെ നന്നായി തിളപ്പിച്ച് വെച്ച വെള്ളമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിലിന് ഇതൊന്ന് വേവിച്ചെടുക്കണം. എനിക്കിവിടെ 5 വിസിൽ വന്നിട്ടുണ്ട്. ചില കുക്കറിന് 4 വിസിൽ 3 വിസിലൊക്കെ മതിയാവും. അതൊന്ന് വെന്ത് വരട്ടെ, അപ്പോഴേക്ക് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഞാനിവിടെ 350 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ശർക്കരയുടെ അളവ് കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു മധുരമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ട് അതിന്റെ ആവിയൊക്കെ മൊത്തം പോയതിനു ശേഷമാണ് ഞാൻ കുക്കർ തുറന്നിട്ടുള്ളത്. നല്ല പോലെ തന്നെ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുറച്ചൊക്കെ കടിക്കാൻ കിട്ടണം നമുക്ക്, എങ്കിലാണ് ഈ ഒരു പായസം കുടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ പരിപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിവിടെ അടി കട്ടിയുള്ള ഒരു പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ വലിയൊരു ഉരുളിയാണ് കേട്ടോ. ഈ ഉരുളിയിൽക്കുള്ളത് ഇല്ല എങ്കിലും ഉരുളിയിലാണ് ഉണ്ടാക്കാനായിട്ട് സുഖം നമുക്ക് കിട്ടാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഉരുളി തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നെയ്യ് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തേങ്ങാക്കൊത്തൊന്ന് കളറ് മാറുന്ന വരെ നമുക്കതൊന്ന് വറുത്തെടുക്കാം. കടലപ്പരിപ്പ് പ്രഥമനല്ലേ, അപ്പൊ എന്തായാലും അതിലേക്ക് തേങ്ങാക്കൊത്ത് ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നപ്പോൾ ഞാൻ അതൊന്ന് കോരി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറുപ്പ് മുന്തിരിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് നമുക്ക് കോരിയെടുക്കാം. ഇനി ഈ ഉരുളിയിലേക്ക് തന്നെ നമുക്ക് കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വെക്കാനായിട്ട് ഈ ഒരു സമയത്ത് കേട്ടാ. ഇത് ഒഴിച്ചു കൊടുത്തോടൊപ്പം തന്നെ നമുക്ക് ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇത് ഒഴിക്കുന്ന സമയത്ത് മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് കുറുകി വറ്റി വരണം. ഇപ്പൊ നല്ല പോലെ തന്നെ കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഈ പായസം തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിലാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 2.5 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 കപ്പ് വരെ ആവാം. ഞാനിപ്പോ 2.5 കപ്പ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പെട്ടെന്ന് വറ്റി കിട്ടാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചേക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത 2ാം പാല് ഏകദേശം ഒന്ന് വറ്റി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് 1 ടീസ്പൂൺ, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ പായസം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് ഒഴിച്ചു കൊടുത്താൽ തിളക്കാൻ പാടില്ല. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു പാന് നന്നായിട്ട് തന്നെ ചൂടുള്ളത് കൊണ്ട് ഇതിലിരുന്നിട്ട് തന്നെ നമുക്ക് പാലൊക്കെ റെഡി ആയിട്ട് കിട്ടും. ഇപ്പൊ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടും ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല. അപ്പൊ നല്ല ചൂടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തിളക്കുന്നത് കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതും ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് ഇത്. അപ്പൊ ഈ ഒരു കടലപ്പരിപ്പ് പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നും പറയുന്നത് പോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ അതിന്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉള്ള എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു പായസം കൂടിയാണ് ഇട്ടത്. ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ഓണം.